എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 69ഉം 70ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഒരു ഗോപൻ വൃന്ദാവനത്തിൻ്റെ അതുപോലെ തന്നെ കാളിന്തിയുടെയൊക്കെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ, വേനൽക്കാലം വന്നതുകൊണ്ട് വല്ലാതെ ചുട്ടുപഴുത്ത് ഉണങ്ങിക്കിടക്കുന്നതായ ഭൂപ്രദേശങ്ങളെ പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം 69ാമത്തെ ശ്ലോകം നോക്കാം. വനേചരാണാം വ്യഥയന്തി കർണം ക്രൂരാണി ചീരീശതചീത്കൃതാനി അല്പോദഗത്വാദധുനാധരേഷു ന നിർജ്ജരാണാം ധ്വനയഃ പ്രഥന്തേ. പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് മാത്രമേ പദച്ഛേദം ചെയ്യാനുള്ളൂ. വനേചരാണാം വ്യഥയന്തി കർണം ക്രൂരാണി ചീരീശത ചീത്കൃതാനി അല്പോദഗത്വാദ് അധുനാ ധരേഷു ന നിർജ്ജരാണാം ധ്വനയഃ പ്രഥന്തേ. കാട്ടിൽ വല്ലാതെ ഉണക്കം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ പറയാണ് ക്രൂരാണി ചീരീകൃത ചീത്കൃതാനി. ക്രൂരാണി എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുന്ന ക്രൂരങ്ങളായ, ഏറ്റവും ദയാഹീനമായ എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഇവിടെ ക്രൂരാണി എന്നുള്ളതിന് ചെവി തുളയ്ക്കണത് പോലെ, അതാണ് കർണാരുന്തുദാനി എന്ന് പറയുന്നുണ്ട്. ചെവികളെ വല്ലാതെ അസ്വസ്ഥമാകുന്നത് പോലെയുള്ള ശബ്ദം, അതിനെയാണ്, അങ്ങനത്തെ ശബ്ദത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കാൻ പോണത്. ക്രൂരാണി ചീരീശത ചീത്കൃതാനി. ചീരീശതങ്ങളുടെ ചീത്കാരങ്ങൾ. ചീത്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ചീ 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 എന്നുള്ള ശബ്ദമാണ്. ചീ 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 എന്നുള്ള ശബ്ദം പ്രകൃതിയിൽ അങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ചീവീടുകളാണ്. അപ്പം ചീവീടുകൾക്ക് ഇവിടെ പറയുന്ന വാക്കാണ് ചീരി എന്ന്. ചീരീശതങ്ങൾ, അവയ്ക്കൊക്കെ ആ പേര് വന്നത് അങ്ങനെ ശബ്ദമുള്ളത് കൊണ്ടാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ചീവീടുകൾ, അതാണ് ചീരീശത ചീത്കൃതാനി. ക്രൂരങ്ങളായ ചെവികളെ തുളയ്ക്കുന്നതായ ചീവീടുകളുടെ ശബ്ദങ്ങൾ. ചീരീശത ചീത്കൃതാനി വനേചരാണാം കർണം വ്യഥയന്തി. അങ്ങനെയുള്ള ഒട്ടും മയമില്ലാത്തതായിട്ടുള്ള ശബ്ദങ്ങൾ വനേചരന്മാരുടെ, കാട്ടാളന്മാരുടെ, കാട്ടിൽ വസിക്കുന്നവരായിട്ടുള്ള ആൾക്കാരുടെ കർണം, കർണങ്ങളെ, ചെവികളെ വ്യഥയന്തി, വേദനിപ്പിക്കുന്നു. അതായത് ഇടതടവില്ലാതെ ഈ ചീത്കാര ശബ്ദം, ചീവീടുകളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെവിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ഈ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ, വേറെ ഒരു ശബ്ദവും കേൾക്കാനില്ല എന്നാണ് കവി വർണ്ണിക്കുന്നത്. സാധാരണ കാട്ടിൽ നടക്കുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പ്രധാനമായിട്ട് ഇവിടെ പറയാൻ പോണത് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ശബ്ദമാണ്. പക്ഷേ ഇപ്പം അതൊന്നും കേൾക്കണില്ല. കേൾക്കണത് ഈ ഒരു ജീവിയുടെ ശബ്ദം മാത്രമാണ്. ചീവീടുകളുടെ, ഒന്നും രണ്ടും എന്നല്ല, ആയിരക്കണക്കിന് ചീവീടുകളുടെ ചീ 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 എന്നുള്ള ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. അത് കേട്ടിട്ട് കാട്ടാളന്മാരുടെ കാതുകൾക്കൊക്കെ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് മറ്റൊന്നും കേൾക്കാത്തത്, അരുവിയുടെ ശബ്ദമൊന്നും കേൾക്കാത്തത് എന്താണ് എന്നുള്ളതിൻ്റെ കാരണം കവി പറയാണ്. അധുന, ഇപ്പോൾ, അതായത് ഇപ്പം നിദാഘകാലം, വേനൽക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ആ കാലത്ത് അല്പോദകത്വാദം, അല്പോദകം എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ എന്നുള്ളത് കൊണ്ട് ധരേഷു നിർജ്ജരാണാം ധ്വനയഃ ന പ്രഥന്തേ. ധരേഷു, ധരങ്ങൾ എന്നുള്ളത് കൊണ്ട് മഹീധരങ്ങൾ, പർവ്വതങ്ങൾ എന്നർത്ഥം. മഹീധരങ്ങളിൽ നിർജ്ജരാണാം ധ്വനയഃ. നിർജ്ജരങ്ങൾ എന്ന് പറഞ്ഞാൽ കാട്ടരുവികളുടെ ധ്വനികൾ കേൾക്കുന്നില്ല. പർവ്വതങ്ങളിൽ ഈ ജീവികളുടെ ശബ്ദം മാത്രമേ, കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഈ ജീവികളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. സാധാരണയായിട്ട് കാട്ടുകൂടെ നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെള്ളം ഒഴുകണ ശബ്ദം കേൾക്കാറുണ്ട്. മലയിൽ നിന്നൊക്കെ ചെറുതായിട്ട് എടുത്ത് ചാടണ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദങ്ങൾ, കലപില ശബ്ദങ്ങൾ, കളകളാരവങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ഈ വേനൽക്കാലത്ത് മറ്റൊരു ശബ്ദവും കേൾക്കാനില്ല. എവിടെയൊക്കെയോ ഇരിക്കുന്ന ചീവീടുകളുടെ ചീത്കാരങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. നിർജ്ജരങ്ങളുടെ ധ്വനികൾ, കാട്ടരുവികളുടെ ധ്വനികളൊക്കെ നിശബ്ദങ്ങളാണ്. അതാണ് നിർജ്ജരാണാം ധ്വനയ ന പ്രഥന്തേ. പ്രഥന്തേ എന്ന് പറഞ്ഞാൽ
പ്രസിദ്ധ്യന്തി ന പ്രസിദ്ധ്യന്തി. അതായത് ഈ പുഴകളൊക്കെ അല്ലെങ്കിൽ ചെറിയ കാട്ടാറുകൾ, കാട്ടരുവികളൊക്കെ ഒഴുകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഈ ശബ്ദങ്ങളെ കൊണ്ടാണ്. അപ്പോൾ കാട്ടരുവികളുടെ ശബ്ദങ്ങളൊന്നും കേൾക്കണില്ല. കാട്ടരുവികൾ അവിടെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ നൂല് പോലെയാണ് വെള്ളം ഒഴുകണത്. ഈ വേനലിൻ്റെ ശക്തി കാരണം ഈ കാട്ടിലേക്ക് കടക്കുമ്പോൾ ആകെയുള്ളതായൊരു ശബ്ദം എന്ന് പറയുന്നത് ചീവീടുകളുടെ ചീത്കാരങ്ങൾ മാത്രമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വേനൽക്കാലത്തിൻ്റെ ശക്തിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് കവി അല്ലെങ്കിൽ ആ ഗോപൻ ഉപയോഗിച്ചിരിക്കുന്നതായ വർണ്ണനകളാണ്. ഇനി അടുത്തൊരു ശ്ലോകം കൂടിയുണ്ട്. കാട്ടിലെ ഈ വേനൽക്കാലത്തിൻ്റെ ശക്തിയെ പറ്റിയിട്ടാണ് പറയണത്. 70-ാമത്തെ ശ്ലോകം നോക്കൂ. സമന്തതഃ പാവകവർഷിണീവ പ്രവർത്തമാനേ സമയേ നിദാഘേ അന്യത്ര വൃന്ദാവനപാദവേഭ്യോ ന ശാഖിനഃ സന്തി പലാശവന്ത. പദച്ഛേദം നോക്കാം ആദ്യം. സമന്തത പാവകവർഷിണി ഇവ പ്രവർത്തമാനേ സമയേ നിദാഘേ അന്യത്ര വൃന്ദാവനപാദവേഭ്യ ന ശാഖിന സന്ധി പലാശവന്ത. ഇവിടെയും പദച്ഛേദങ്ങൾ വളരെ കുറവ് തന്നെയുള്ളൂ. വൃന്ദാവനത്തിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റിയിട്ട് പറയാണ്. സമന്തത, സമന്തത എന്ന് പറഞ്ഞാൽ ചുറ്റും തന്നെ. പാവകവർഷിണി ഇവ പ്രവർത്തമാനേ നിദാഘേ സമയേ. പാവകവർഷിണി ഇവ. പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി വർഷിക്കണ പോലെ ഉള്ളതായ പാവകവർഷിണി. വേനൽക്കാലത്തിൻ്റെ ശക്തിയെ പറ്റി പറയാണ്. ചൂടുണ്ട്, മഴ പെയ്യണത് പോലെ അഗ്നിയാണ് വർഷിക്കണത് എന്ന് തോന്നും. അത്രയ്ക്ക് ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പാവകവർഷിണി ഇവ. അഗ്നി വർഷിക്കുന്നത് പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ നിദാഘേ സമയേ ഈ വേനൽക്കാലത്ത് വൃന്ദാവനപാദവേഭ്യോ അന്യത്ര. വൃന്ദാവനപാദപങ്ങളിൽ നിന്ന് മറ്റൊരു ദിക്കിൽ. അതാണ് വൃന്ദാവനപാദവേഭ്യ. വൃന്ദാവനം എന്ന് പറഞ്ഞ കാട്ടിലെ പാദപങ്ങളേക്കാൾ, പാദവേഭ്യ എന്ന് പറഞ്ഞാൽ പാദപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാദപങ്ങളേക്കാൾ. കാടെന്ന് പറയുമ്പോൾ വൃന്ദാവനത്തിലെ ആ മരങ്ങളെക്കാൾ പലാശവന്ത ശാഖിന ന സന്ധി അന്യത്ര ന സന്ധി. പലാശവന്ത ശാഖിന. പലാശവന്ത എന്നുള്ളത് കൊണ്ട് ഇലയുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളം ഇലകളും തളിരുകളും ഉള്ളതായ ശാഖിന മരങ്ങൾ അന്യത്ര ന സന്ധി മറ്റൊരു ദിക്കിലും ഇല്ലായിരുന്നു. കവി പറയാണ്, വൃന്ദാവനത്തിലെ മരങ്ങളാണ് കുറച്ചെങ്കിലും പച്ചപ്പോട് കൂടിയിട്ട് ഈ വേനൽക്കാലത്ത് നിലനിന്നിരുന്നത്. മറ്റുള്ള ഒരു കാടിലും, അന്യത്ര എന്നുള്ളത് കൊണ്ട് വൃന്ദാവനം ഒഴികെയുള്ളതായ മറ്റൊരു കാട്ടിലും, അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ മരങ്ങളെ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു കാട്ടിലെ മരങ്ങളിലും ഇലകളും കായ്കളും അല്ലെങ്കിൽ തളിരുകളും ഒന്നും ഒട്ടുണ്ടായിരുന്നില്ല. വൃന്ദാവനത്തിലെ മരങ്ങളിൽ കുറച്ചെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊരു പച്ചപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുമായിരുന്നു. പക്ഷേ അത്രയ്ക്കും പോലും പച്ചപ്പ് മറ്റൊരു ദിക്കില്. വൃന്ദാവനത്തിന് സമീപത്ത് ധാരാളം കാടുകൾ വേറെയുണ്ട്. ആ കാട്ടിലെ മരങ്ങളിലൊന്നും ഒരു പച്ചത്തരിമ്പ് പോലും അവശേഷിക്കുന്നില്ല. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഒരു വേനൽക്കാലമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. മഴച്ചാറിലൊട്ടുമില്ല. അതുകൊണ്ട് തന്നെ കാട്ടരുവികളും കാട്ടാറുകളൊക്കെ വരണ്ടാണ് കിടക്കുന്നത്. വെള്ളം ചാടണ ശബ്ദം എവിടെയും കേൾക്കാനില്ല. ആകെ കേൾക്കണതായിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് ചീവീടുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. വൃന്ദാവനത്തിലെ മരങ്ങളിൽ കുറച്ചെങ്കിലും ഇലകളും തളിരുകളും കാണാനുണ്ട്. അത്ര പോലും മറ്റൊരു കാട്ടിലും കാണുന്നില്ല എന്നാണ് വഴിയിൽ വെച്ച് കണ്ട ഗോപൻ ശ്രീകൃഷ്ണനോടും കൂട്ടുകാരോടൊക്കെ പറയണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വനേചരാണാം വ്യഥയന്തി കർണം ക്രൂരാണി ചീരീശതചിത്കൃതാനി അല്പോദഗത്വാദധുനാധരേഷു ന നിർജ്ജരാണാം ധ്വനയഃ പ്രഥന്തേ സമന്തതഃ പാവകവർഷിണീവ പ്രവർത്തമാനേ സമയേ നിദാഘേ അന്യത്ര വൃന്ദാവനപാദവേഭ്യോ ന ശാഖിനഃ സന്ധി പലാശവന്ത. മരങ്ങളും അതുപോലെ തന്നെ തളിരുകളും പച്ചപ്പും ഒന്നും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നതായ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ളൊരു വേനൽ.
ആ വേനൽക്കാലത്ത് കാളിന്തിക്ക് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെയാണ് അടുത്ത വരാൻ പോണ ശ്ലോകങ്ങളിൽ ഈ ഗോപൻ്റെ വാക്കുകളിലൂടെ കവി വർണ്ണിക്കാൻ പോണത്. സുന്ദരമായിട്ടുള്ള ഇന്നത്തെ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.